എടോ, ഈ കപ്പയും മീൻ കറിക്കും ഭയങ്കര ഫാൻസാല്ലേ. എന്നാൽ എനിക്കില്ലേ അതിനേക്കാൾ ഇഷ്ടം ഇങ്ങനെ കപ്പയിൽ നമ്മുടെ മത്തിയിട്ടിങ്ങനെ ഒടിച്ചെടുക്കുന്ന ഈ ഒരു കപ്പ പൂയ്ക്കിനോടാട്ടോ. പണ്ട് ചെറുപ്പത്തിൽ 12 മണിക്കുള്ളൊരു ഇടച്ചായല്ലേ, ആ ഒരു ടൈമിൽ ഉമ്മ ഇതിങ്ങനെ ചൂടോടെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് വിളമ്പി തരുന്നു കേട്ടോ. അതൊക്കെ മിസ്സായി തുടങ്ങി. എന്നാൽ പിന്നെ നമുക്കിങ്ങനെ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ പൂളൊന്ന് വേവിച്ചെടുക്കണം. ഈ ഒരു ടൈമിൽ മീനിലേക്ക് ഉപ്പും മുളകും മഞ്ഞളും ചേർത്ത് അതും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് തേങ്ങയിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് നല്ലോണം ഒന്ന് ഒതുക്കി വെക്കുക. പൂള വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞളും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ച തേങ്ങയും കൂടി ചേർത്ത് ഒന്ന് നല്ലോണം ഒടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച മീനില്ലേ അത് മുള്ളൊക്കെ ഒഴിവാക്കി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് ഒടിച്ചെടുക്കണം. പിന്നെ മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, എത്ര മുള്ള കളഞ്ഞാലും എവിടെയെങ്കിലൊക്കെ ഒരു മുള്ളുണ്ടാവും കേട്ടോ. അങ്ങനെ എല്ലാം നല്ലോണം ഒടിച്ചെടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുന്ന ടൈമിൽ കുറേ കരിവേപ്പിൻ്റെ ഇലയും കൂടി ചേർക്കണം കേട്ടോ. ഈ ഒരു കപ്പ പോയിക്ക് ഞാൻ എൻ്റെ പ്രഗ്നൻസി പീരീഡിൽ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള ഒരു ഫുഡായിരിക്കും കേട്ടോ. ഈ ഒരു കപ്പ പോയിക്ക് കഴിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ചോറിന് മുന്നായിട്ട് ഒരു ഇടവേള ചായ കുടിക്കുന്നില്ലേ, ആ കാലൊക്കെ എനിക്ക് ഓർമ്മ വന്നിട്ടോ. ഇപ്പോഴും ഇതിനോട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നാൽ ഇതൊക്കെ മിസ് ചെയ്യുന്ന ആൾക്കാർ പെട്ടെന്ന് ഉണ്ടാക്കല്ലേ.